നമസ്കാരം, മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം. ബിഗ് ബോസ് മലയാളം 6ാം സീസണിൽ കോമണർ മത്സരാർത്ഥിയായി എത്തി പ്രേക്ഷക മനസ്സിൽ ഇടം നേടിയ താരമാണ് റസ്മിൻ ഭായ്. ഷോ തുടങ്ങിയ ആദ്യ ദിവസങ്ങളിൽ തന്നെ ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ റസ്മിന് സാധിച്ചിരുന്നു. ഹൌസിലെ പ്രധാന വിഷയങ്ങളിലെല്ലാം ഇടപെട്ട് തനിക്ക് ശരിയല്ലെന്ന് തോന്നുന്ന കാര്യങ്ങളിൽ ഉറക്കെ സംസാരിച്ച് റസ്മിൻ പ്രേക്ഷകരുടെ കയ്യടി നേടി. ഷോയിൽ 73 ദിവസത്തോളം തുടർന്നതിന് ശേഷമായിരുന്നു റസ്മിന്റെ പുറത്താകൽ. കപ്പ് നേടാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല. സീസണിൽ കപ്പ് നേടിയതാവട്ടെ ജിൻഡോയായിരുന്നു. എങ്കിലും സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും സജീവമാണ് റസ്മിൻ. ബിഗ് ബോസ് താരങ്ങൾക്ക് ഒപ്പം റസ്മിൻ പല വേദികളിലും പ്രത്യക്ഷപ്പെടാറുണ്ട്. ഇപ്പോഴിതാ ബിഗ് ബോസിലെ ചില അനുഭവങ്ങളും അവിടേക്ക് പോവാനിരിക്കുന്നവർക്കുള്ള ഉപദേശവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് റസ്മിൻ. ബിഗ് ബോസിൽ ഫെയിം കിട്ടുമെന്ന് കരുതി പോകുന്നവരോടായിരുന്നു റസ്മിന്റെ ഉപദേശം. മാത്രമല്ല, ബിഗ് ബോസ് വിമർശകർ നിരന്തരം ഉന്നയിക്കുന്ന ചോദ്യവുമായി സ്ക്രിപ്റ്റഡ് ആണോ എന്ന ചോദ്യത്തിനും റസ്മിൻ മറുപടി നൽകി. ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു റസ്മിന്റെ പ്രതികരണം. ബിഗ് ബോസിൽ പോവാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ എന്ത് വന്നാലും ജീവിതത്തെ ആ രീതിയിൽ നോക്കി കാണുന്നവരോ എന്ത് സംഭവിച്ചാലും പോസിറ്റീവ് ആയിട്ടുള്ളവരോ ആണെങ്കിൽ മാത്രം ഇതിലേക്ക് പോവുക. അല്ലെങ്കിൽ പിന്നെ എനിക്ക് രക്ഷപ്പെടണം, കുറച്ചുകൂടി ഫെയിം വേണം, നമ്മുടെ പോസിറ്റീവുകൾ മാത്രം കാണിച്ചു നിൽക്കുമെന്ന് കരുതി വരുന്നവർ ആണെങ്കിൽ പെടുമെന്ന കാര്യം ഉറപ്പാണ്. പോസിറ്റീവ് ഒന്നും അവർ ഇടില്ല. പുറത്തിരിക്കുന്ന ആളുകൾക്ക് അടിയും ഇടിയും കുത്തുമൊക്കെ കാണാൻ ആയിരിക്കും കൂടുതൽ താല്പര്യം. അപ്പോൾ അത്തരം കണ്ടന്റുകൾ കൂടുതലായി ഇടാനായിരിക്കും അവർ ശ്രമിക്കുക. കുറെ പേർ ചോദിക്കുന്നുണ്ട്, ഇത് സ്ക്രിപ്റ്റഡ് ആണോ എന്നൊക്കെ. ഇല്ല, ഒരിക്കലും അത് അങ്ങനെയല്ല. ഒരു 2 ദിവസമൊക്കെ ആണെങ്കിൽ നമ്മൾ ഒന്ന് കോൺഷ്യസ് ആവും. ആളുകൾ കാണുന്നതൊക്കെ ഓർത്തിട്ട് ആദ്യമൊക്കെ ആലോചിക്കും ക്യാമറയുണ്ട് എന്നൊക്കെ. നമ്മൾ സംസാരിക്കുമ്പോൾ ആണെങ്കിലും നമ്മുടെ നടത്തം ആണെങ്കിലും അതങ്ങനെയാണ്. കുറച്ചു പേരൊക്കെ ഉണ്ട് അങ്ങനെ സ്റ്റൈലിഷ് ആയിട്ട് പോകുന്നവർ. നല്ല മേക്കപ്പും ഡ്രസ്സും ഒക്കെ ഇട്ട് നടക്കുന്ന ആളുകളുമുണ്ട്. അവസാന ദിവസമൊക്കെ ആവുമ്പോൾ തല ചൊറിഞ്ഞൊക്കെ ഇരിക്കുകയായിരിക്കും. ലിവിംഗ് റൂമിൽ ഇരിക്കാൻ ബിഗ് ബോസ് അനൗൺസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ കുളിക്കാനൊക്കെ കയറിയതായിരിക്കും. അപ്പോൾ മുണ്ടൊക്കെ ഉടുത്ത് അങ്ങനെ തന്നെ വന്നു നിൽക്കേണ്ടി ഒക്കെ വരാറുണ്ട്. നമ്മൾ ടോട്ടലി ക്യാമറ ഉണ്ടെന്നൊക്കെ മറന്നു പോകും. ചില ദിവസങ്ങളിൽ നിങ്ങൾ ഭയങ്കര തിരക്കിലായിരിക്കും, ബിസി ഷെഡ്യൂൾ ആയിരിക്കും. ചില ദിവസങ്ങളിൽ ഒരു കാര്യവുമില്ലാതെ നമ്മൾ വെറുതെ ഇരിക്കേണ്ടി വരും. അപ്പോഴാണ് നമ്മൾ ഈ പാട്ടൊക്കെ പാടി ഡാൻസൊക്കെ കളിക്കും. രാവിലത്തെ ഡാൻസൊക്കെ നല്ലതാണ്. എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റി വർക്കൗട്ടൊക്കെ ചെയ്യുമ്പോൾ ആ ഒരു ദിവസം കുറച്ചുകൂടി നല്ലതായി മാറുകയാണ് ചെയ്യുന്നത്. പാതിരാത്രി എപ്പോഴും ആയിരിക്കും കിടന്നുറങ്ങുന്നത്. നമ്മൾ അതിൽ ടൈം അറിയുന്നില്ല. അവിടെ വാച്ച് പോലും ഒന്നും കിട്ടില്ല. സായിയാണ് സൂര്യനെ നോക്കി സമയം പറയുന്നത്. ഭക്ഷണമൊക്കെ കഴിക്കുന്നത് പല നേരത്താണ്. സമയം പറയുന്നത് ടിവിയിൽ മാത്രമാണ്, നമുക്കില്ല. ബാഗെല്ലാം നമ്മൾ എൻട്രി ചെയ്യും മുൻപേ അവിടെ സബ്മിറ്റ് ചെയ്യും. നമ്മുടെ എല്ലാ ഡ്രസ്സും കുടഞ്ഞത് അത് തിരിച്ചും മറിച്ചും നോക്കി അവർ തന്നെയാണ് അത് മടക്കിയിട്ട് അവർ തന്നെയാണ് പെട്ടി അയച്ചു തരുന്നത്. സിഗരറ്റ് വലിക്കുന്ന ആളുകൾ പോലും അത് സമയത്ത് നൽകുകയാണ് ചെയ്യുന്നത്. മരുന്നൊക്കെ അവരാണ് കൊണ്ടുതരുന്നത്. സമയമൊന്നും നോക്കാതെ നിൽക്കണം. സാധാരണ നമുക്കൊരു വിഷമം വന്നാൽ ഫോൺ എടുക്കുക, ആരെങ്കിലും വിളിക്കുക ഒക്കെയാണ് ചെയ്യുക. ഞാനൊക്കെ ആണെങ്കിൽ വണ്ടി എടുത്ത് എങ്ങോട്ടെങ്കിലും ഒക്കെ പോവാറാണ്. കാറ്റൊക്കെ കൊണ്ട് പുറത്തുപോയി തിരിച്ചു വരികയാണ് ചെയ്യാറുള്ളത്. ഇതൊന്നും നടക്കില്ല. നമ്മൾ ഈ വഴക്കൊക്കെ ഉണ്ടാക്കിയ ആൾക്കാരെ തന്നെ പിറ്റേ ദിവസവും കണി കാണുക എന്ന് പറഞ്ഞാൽ അതാണ് കാര്യം. ഇപ്പോൾ ജിൻഡോയുമായി കുഴപ്പമൊന്നുമില്ല, സ്ഥിരം കോണ്ടാക്ട് ഒന്നുമില്ല. എങ്കിലും അനിയന്റെ ഫംഗ്ഷൻ ഒക്കെ വന്നിരുന്നു. അല്ലാതെ സ്ഥിരം ബന്ധമൊന്നുമില്ല, സംസാരിക്കാറുണ്ട്. ഇപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഫൈറ്റ് നടക്കുന്നത് ആ സമയത്തെ പ്രഷർ കൊണ്ടായിരിക്കും. പിന്നെ തല്ലുപിടിക്കുന്നത് മാത്രമാണ് ഇവിടെ കാണിക്കുന്നുണ്ടാവുക. അതിനു മുൻപ് നടന്നതും പിന്നാലെ നടന്നതും ഒന്നും അവർ കാണിക്കില്ല. നമ്മൾ ചിലപ്പോൾ പ്രശ്നമൊക്കെ കഴിഞ്ഞ് സാരമില്ല ബ്രോ എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചു പോയിട്ടുണ്ടാവും. അതൊന്നും അവർ കാണിക്കില്ല. അതിന്റെ ആവശ്യം അവർക്കില്ലല്ലോ. അത് വേണ്ടല്ലോ. അതൊരു ഗെയിം ഷോയാണ്, അല്ലെങ്കിൽ റിയാലിറ്റി ഷോയാണ്. നമ്മൾ അതൊക്കെ വിട്ടു. പക്ഷേ പുറത്തുള്ള ആൾക്കാരാണ് ഇപ്പോഴും ഓർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രേക്ഷകർ. എന്തെങ്കിലും വീഡിയോ ഒക്കെ ഇട്ടാൽ അവർ ഇപ്പോഴും ബിഗ് ബോസിൽ തന്നെ ആയിരിക്കും. നമ്മളത് അവിടെ തീർത്തിട്ടാണ് വരുന്നത്. പിന്നെ അവിടുത്തെ പ്രശ്നം കൊണ്ട് മിണ്ടാതിരിക്കുന്ന കുറച്ചു പേരുമുണ്ട്. അത് അത്രയും അവർക്ക് പേഴ്സണലി വേദനയായതുകൊണ്ടായിരിക്കും. അതുകൊണ്ട് അവർ മിണ്ടുന്നുണ്ടാവില്ല. പിന്നെ അവിടേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, അതിനകത്ത് നടക്കുന്നതെല്ലാം സത്യമല്ല. അതൊരു ഷോ മാത്രമാണ്. പുറത്തിറങ്ങിയാലാണ് റിയാലിറ്റി. അവിടെ ചിലപ്പോൾ നമ്മുടെ കൂടെയുള്ള ആൾക്കാർ ആണെങ്കിലും അതൊരു വേറെ ലോകമാണ്. അവിടെ കുറേയൊക്കെ ഫേക്ക് വേൾഡാണ്. കുറച്ചുപേർ മാത്രമാണ് വളരെ ജെനുവിൻ ആയിട്ടുള്ളത്. ബാക്കിയൊക്കെ ആളുകൾ അവിടെ പെരുമാറുന്നത് വേറെ രീതിയിലാണ്. നിങ്ങൾ നിങ്ങളായിട്ട് തന്നെ നിന്നാൽ മതി എന്നതാണ് അവിടെ 100 ദിവസം തികയ്ക്കാനുള്ള കാര്യം. നിങ്ങളായിട്ട് നിന്ന് കഴിഞ്ഞാൽ അത് ഇഷ്ടപ്പെടുന്ന ആളുകൾ ഉണ്ടാവും. കുറെ ആൾക്കാർ സൈലന്റ് ആയിട്ടുള്ള, ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആളുകൾ അങ്ങനെ നിന്നോളൂ. പക്ഷേ നിങ്ങൾ ഇത്തിരി കഷ്ടപ്പെടും. വേറെ ആരെങ്കിലും ഒക്കെ തല്ലുപിടിക്കുന്ന സമയത്ത് നിങ്ങൾ ഇടപെട്ടില്ലെങ്കിൽ എല്ലാവരും പറയും നീ ഒന്നിലും ഇടപെടുന്നില്ല എന്നൊക്കെ. പക്ഷേ അയാൾ വിചാരിക്കും ഞാൻ എന്ത് തേങ്ങയ്ക്കാണെന്ന് വിചാരിക്കുമെന്നാണ് റസ്മിൻ പറഞ്ഞത്. റസ്മിന് തിരിച്ചടിയായി വിലയിരുത്തപ്പെട്ടത് റസ്മിന്റെ സൗഹൃദങ്ങളായിരുന്നു. എല്ലാവരുമായും അടുത്ത ബന്ധം സൂക്ഷിച്ച റസ്മിൻ സൗഹൃദങ്ങൾക്ക് വേണ്ടി
ഗെയിം മറന്നു എന്ന വിമർശനം കേട്ടിരുന്നു. ജാസ്മിനും ഗബ്രിയുമായിരുന്നു ഹൗസിലെ റസ്മിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ. ജാസ്മിൻ ഗബ്രി കോംബോയ്ക്ക് ഹൗസിനകത്തും പുറത്തുമുണ്ടായിരുന്ന പ്രീതിക്കുറവ് റസ്മിനെയും ബാധിച്ചിരുന്നു. ഇരുവർക്കുമിടയിലെ പ്രശ്നം പരിഹരിച്ച് ഇവർക്കൊപ്പം നിന്ന റസ്മിനെ പ്രേക്ഷകർക്കും താല്പര്യമില്ലാതായി. ഷോ കഴിഞ്ഞതിന് ശേഷം ആദ്യ നാളുകളിൽ ഇവർ ഇതേ സൗഹൃദം നിലനിർത്തിയെന്നാൽ വൈകാതെ തന്നെ ഈ ബന്ധത്തിൽ വിള്ളൽ വീണു. ഇരുവരെയും ആരാധകർ പിന്നീട് ഒരുമിച്ച് കണ്ടിട്ടേയില്ല. എന്നാൽ ഇരുവർക്കുമിടയിൽ എന്താണ് സംഭവിച്ചതെന്ന ചോദ്യം ആരാധകർ ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. ആ ചോദ്യത്തിനുള്ള ഉത്തരവുമായും റസ്മിൻ എത്തിയത് സോഷ്യൽ മീഡിയയിലേറെ ശ്രദ്ധ നേടിയിരുന്നു. ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു റസ്മിന്റെ പ്രതികരണം. ബിഗ് ബോസിന് ശേഷം എനിക്ക് കുറെ പേരെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതെന്നെ മനസ്സിലാക്കാതെ പോയവരാണ്. മനസ്സിലാക്കാൻ പറ്റാത്തവരാണെങ്കിൽ പോയിക്കോട്ടെ. കാരണം അങ്ങനെയുള്ള ആളുകൾ നമ്മുടെ ജീവിതത്തിൽ ഒരു യൂസും ഇല്ലാത്തവരായിരിക്കും. പിന്നെ ആളുകളുടെ പ്രയോറിറ്റി മാറുന്നതിനനുസരിച്ച് ആ രീതിക്ക് ആളുകൾ പോകുമെന്നും തിരിച്ചറിഞ്ഞു. ബിഗ് ബോസിലൂടെ കുറെ കാര്യങ്ങൾ ഞാൻ പഠിച്ചു. ഒരാളെ എങ്ങനെ നിർത്തണം എന്നതൊക്കെ ബിഗ് ബോസിലെ അനുഭവങ്ങളാണ് പഠിപ്പിച്ചത്. എന്നാലും ഞാൻ നന്നാവില്ല. ഓരോ വള്ളികളൊക്കെ പിടിച്ചു മുന്നോട്ട് പോകും. സൗഹൃദങ്ങൾ പോയത് തെറ്റിദ്ധരിച്ചിട്ടാണ് ബിഗ് ബോസ് കഴിഞ്ഞ് നല്ല സൗഹൃദങ്ങൾ നഷ്ടപ്പെട്ടു. അതിനുള്ള നമ്മളെ ജഡ്ജ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അത്രേ ഉള്ളൂ എന്ന് കരുതുന്നുണ്ടെങ്കിൽ ഒക്കെ വേണ്ട. ഞാൻ വിശദീകരിക്കാൻ ശ്രമിച്ചാലും കാര്യമില്ല. അവരുടെ മനസ്സിൽ അത് അത്രമാത്രം ഒട്ടിക്കിടക്കുകയാണ്. അപ്പോൾ പിന്നെ നമ്മൾ എത്ര പറഞ്ഞിട്ടും കാര്യമില്ല. അങ്ങനെയുള്ളവർ പോകുകയാണെങ്കിൽ പോട്ടെ എന്ന് തന്നെ വെക്കാം. വിട്ടുപോകും മുൻപ് ഞാൻ സംസാരിച്ചതാണ്, പക്ഷേ നിന്നില്ല, പോയി. ഞാൻ പക്ഷേ കാല് പിടിച്ചില്ല. എവിടെയും കാല് പിടിക്കാൻ നിൽക്കരുത്. സെൽഫ് റെസ്പെക്ട് എന്നൊരു കാര്യമുണ്ട്. സാധാരണ വഴക്കിട്ടാലും അത് ഞാൻ മറന്നുപോകും. അവരോട് പോയി ഞാൻ തന്നെയാണ് സംസാരിക്കുന്നത്. എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. ഒരു കാരണവശാലും വേറൊരാൾ നമ്മളെ ചവിട്ടി താഴ്ത്താനോ ഒന്നിനും അനുവദിക്കരുത്. അതിനനുവദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒന്നും ഇല്ലാതാകും. നമ്മൾ ആരുടെയെങ്കിലും ഒക്കെ അടിമകളായി പോകുകയാണോ? സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും. ഒരിക്കലും സെൽഫ് റെസ്പെക്ട് വിട്ടിട്ട് ആരും ഒന്നും ചെയ്യാൻ നിൽക്കരുത്. നമുക്ക് വേണ്ടതാണെങ്കിൽ നമ്മളെ മനസ്സിലാക്കുന്നവരാണെങ്കിൽ അത് മതി. ഒരു ദിവസം കഴിയുമ്പോൾ നമ്മുടെ വലിയ സർക്കിൾ വല്ലാതെ ചുരുങ്ങും. അത് പിന്നീട് വീണ്ടും വീണ്ടും ചുരുങ്ങും. അതങ്ങനെ സംഭവിക്കും. അത് തിരിച്ചറിവാണ്, അനുഭവങ്ങളാണ്. നമ്മളെ മനസ്സിലാക്കുന്നവർ മതി ജീവിതത്തിൽ. ബിഗ് ബോസ് കഴിഞ്ഞപ്പോൾ വന്ന നെഗറ്റീവുകളോട് പ്രതികരിക്കാതിരുന്നത് അവർക്ക് എന്നെ വ്യക്തിപരമായി അറിയില്ല. അവർക്ക് ബിഗ് ബോസിൽ 1 മണിക്കൂറിലൂടെ പുറത്തു വന്ന കാര്യങ്ങളെ അറിയുള്ളൂ. ആ എപ്പിസോഡും മുൻപേയും പിൻപേയും വന്നത് അറിയില്ല. കുറെ ആളുകൾ പല കഥകളും ഉണ്ടാക്കുകയാണ്. റസ്മിൻ അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു എന്നൊക്കെയാണ് കേട്ടത്. ഈ കഥകളൊക്കെ എവിടെ നിന്ന് വന്നു എന്നാണ് മനസ്സിലാകാത്തത്. ആ ഷോയൊക്കെ എൻജോയ് ചെയ്ത് വിടണം. ഇതൊന്നും നമ്മളെ ബാധിക്കുന്നില്ലെന്ന് മനസ്സിലാക്കുമ്പോൾ ചിലർ നിർത്തിയിട്ട് പോകും. എന്തായാലും ഇപ്പോൾ വലിയ നെഗറ്റീവ് ഇല്ല. അല്ലെങ്കിലും നെഗറ്റീവ് കമന്റിൽ നമ്മൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇതൊക്കെ ഫേക്ക് അക്കൗണ്ടിൽ നിന്നാണ് വരുന്നത്. അവർ ഫ്രസ്ട്രേഷൻ തീർക്കാൻ വരുന്നതാണ്. നീയൊക്കെ മുസ്ലിം അല്ലേ, തട്ടമിട്ട് നടന്നൂടെ എന്നാണ് ചില മുസ്ലിം സ്ത്രീകളുടെ അക്കൗണ്ടിൽ നിന്നും കമന്റ് വരും. അവർക്ക് സത്യത്തിൽ എൻ്റെ ജീവിതം കണ്ട അസൂയയാണ്. ഓരോ നെഗറ്റീവ് കാര്യങ്ങൾ വരുമ്പോഴും അതിൻ്റെ പോസിറ്റീവ് കാര്യങ്ങൾ ആലോചിച്ച് മനസ്സ് സമാധാനിപ്പിക്കാം. അല്ലാതെ ഒരാൾ ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു എന്ന് ആലോചിച്ച് സമയം കളയാതെ പോസിറ്റീവായി ചിന്തിച്ച് മുന്നോട്ട് പോവുക എന്നാണ് റസ്മിൻ പറഞ്ഞത്.